സല്ലാപമേറ്റുണർന്ന വാരിതങ്ങളും ശുഭരാഗരൂപിയാ നവനീത ചന്ദ്രനും. മനോഹരമായ ചിത്രങ്ങൾ അല്ലെ? ഒന്നാം തരം ഒരു ചിത്രകാരൻ വരച്ച ഒന്നാം തരം ചിത്രം. നല്ലൊരു കലാകാരൻ തന്നെയാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ചിത്രകാരനല്ല, മറിച്ച് മറ്റൊരു മേഖലയിലാണ് അദ്ദേഹം പ്രസിദ്ധനായിരിക്കുന്നത്. ന്യൂസ് നെസ്റ്റിന്റെ ലെറ്റ്സ് ടോക്ക് എന്ന പ്രോഗ്രാമിൽ പയ്യന്നൂരിന്റെ സ്വന്തം ഗായകൻ ശ്രീ കലേഷ് കരുണാകരൻ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. അപ്പൊ കലേഷ് എപ്പോ എത്തി ശരിക്കും? എങ്ങനെ ഇവിടെ വീട്ടില്? കൊച്ചിയിൽ കൊച്ചിന്ന് എവിടെ? കൊച്ചിന്ന് 2 ദിവസം മുഹറത്തിന് ലീവ്, അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ ഒരു ശനിയാഴ്ച ലീവ് എടുത്തു, ഞായർ ഇന്ന് തിരിച്ചു പോകും. 3-4 ദിവസം ഫാമിലിയുടെ കൂടെ സുഖം. അതെ അതെ അതെ. ഈ നാട്ടിൽ നിന്ന് വിട്ടേക്കുമ്പോൾ എന്താ ശരിക്കും? ഇത്ര വലിയ നാട്ടിലെ ഗായകനായിട്ട് നിൽക്കുന്ന ഒരാൾ നാട്ടിൽ നിന്ന് വിട്ടേക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു അവസ്ഥ? സത്യം പറഞ്ഞാൽ ഞാൻ സർവീസിന് ലീവ് എടുത്തിട്ട് പാടാനൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരുന്ന ആളാണ്. അങ്ങനെ ലീവ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്ത് അതിനു വേണ്ടി തന്നെയാണ് പോയത്. എറണാകുളത്ത് പോയിട്ട് പിന്നെ എനിക്ക് തോന്നി എന്തായാലും നമ്മളങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ അവസരങ്ങൾ വരില്ല. ശ്രമിച്ചു തുടങ്ങിയപ്പോഴും എനിക്ക് ചുമ്മാ സമയം കളയുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് വന്നപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. പിന്നെ അവിടെ എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജോലി നോക്കാമെന്നുള്ള അങ്ങനെ രീതിയിൽ റിക്വസ്റ്റ് ചെയ്ത് തീർച്ചയായും നമുക്കിപ്പോ പയ്യന്നൂർ പോലത്തെ ഒരു സ്ഥലത്തേക്കാൾ എത്രയോ അവസരങ്ങൾ കൂടുതൽ. അതെ അതെ, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടുകയും ചെയ്തു. 1-2 സിനിമകൾ അവിടുന്ന് പാടാൻ പറ്റി. ഓഫ് റോഡ് എന്ന് പറഞ്ഞൊരു മൂവി എറണാകുളത്തുള്ള പാടിയാണ്. ഈ ഇടക്ക് അറ്റ് എന്ന് പറഞ്ഞൊരു മൂവി, ഒരു ത്രില്ലർ റിലീസായി. 2 റിലീസായ പടങ്ങളാണ്. ഈ ഇടക്ക് റിലീസായി. പിന്നെ നമ്മുടെ ഡോൺ മാക്സ് സംവിധാനം ചെയ്തൊരു അടിപൊളി മൂവിയാണ്. കലേഷ് ഇപ്പൊ പാട്ടുകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു ഗായകനാണ്, ജന്മസിദ്ധമായി കിട്ടിയ ഒരു കഴിവ്, അത്രയും നല്ലൊരു ശബ്ദം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഈ ചിത്രം വരെ എപ്പോൾ തുടങ്ങി? ചിത്രം വരെ ആക്ച്വലി ഞാൻ തുടങ്ങിയതും, ഞാൻ സത്യം പറഞ്ഞാൽ അത് പിന്നെ കോവിഡ് ടൈമിലാണ് അത് കണ്ടെത്തുന്നതെന്ന് തന്നെ പറയാം. അതിന് മുന്നേ ഞാൻ ചിത്രം വരയ്ക്കുന്ന ആളായിട്ട് ഞാൻ തന്നെ എന്നെ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ കോവിഡ് ടൈമിൽ നമ്മൾ കുറച്ചാൾ വീട്ടിൽ ബ്ലോക്ക് ആയ സമയത്ത് ഞാൻ ഈ യൂട്യൂബിൽ അക്രിലിക് പെയിന്റിങ്ങിന്റെ ഓരോ ടെക്നിക്സും കാര്യങ്ങളൊക്കെ കണ്ട് അതിനുള്ള എല്ലാം മേടിച്ചു, ബ്രഷും കാര്യങ്ങളൊക്കെ മേടിച്ചു ചെയ്യുന്നതാണ്. ഇതൊരു 1-2 മണിക്കൂർ കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഒരു പിന്നെ ചിത്രം വരക്കാനും ഒരു ദിവസത്തിൽ കൂടുതൽ സമയം എടുക്കില്ല. ക്ഷമ അത്ര ഇല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞ ചിത്രം വരയ്ക്കുന്ന. പിന്നെ അങ്ങനെയുള്ള അക്രിലിക് പെയിന്റിങ്സ് ആണ് ഞാൻ കൂടുതൽ വരച്ചിട്ടുള്ളത്. അതൊക്കെ ആ സമയത്ത് ഫ്രെയിം ചെയ്ത് വീട്ടില് ഇല്ല അങ്ങനെ ഞാൻ 1-2 പേർക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഞാൻ വരച്ച ചിത്രം. അല്ലാതെ എനിക്ക് വേറെ അങ്ങനെ ഒരു ചിത്രകാരനെ അറിയപ്പെടാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ല, തോന്നുന്നില്ല. ചിത്രങ്ങൾ മനോഹരമായിട്ടുണ്ട്, നല്ല രസമായ ചിത്രം, ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നല്ല ചിത്രം. കലേഷ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എറണാകുളത്ത് വെച്ച് എനിക്കൊരു അനുഭവം, ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു ശരിക്കും. ദാസേട്ടനെ വളരെ അടുത്ത് കാണാനും ദാസേട്ടനെയും പ്രഭ ചേച്ചിയും വളരെ അടുത്ത് കാണാനും കുറച്ച് സമയം അവരോട് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലൊരു മഹാഭാഗ്യം കലേഷിന് കിട്ടിയിട്ടെന്ന് എനിക്കറിയാം. ശരിക്കും എന്താ സംഭവിച്ചെന്ന്? അത് അന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ഞാനാണ് ആ സിനിമയിലെ എല്ലാ പാട്ടുകളും ട്രാക്ക് ഏതായിരുന്നു? മുട്ടിട്ട മുല്ലകൾ എന്ന് പറഞ്ഞ സിനിമയാണ് അത്. പിന്നെ നെല്ലിക്കാട്ട് മോഹൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ശ്രീശൈലൻ രാധാകൃഷ്ണനാണ് അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, കാഞ്ഞങ്ങാടുള്ള. ഹരി വേണുഗോപാലാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ആ മൂവി പിന്നെ അതിൽ ദാസേട്ടൻ ഒരു പാട്ട് പാടി, ചിത്ര ചേച്ചി ഒരു പാട്ട് പാടി, മധുബാലകൃഷ്ണൻ പാടി, അങ്ങനെ എല്ലാവരുടെയും ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു ഞാനതിൽ. അപ്പൊ അന്ന് ദാസേട്ടനെ പാടിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് ഇവരെല്ലാരും പോവാണ്. എല്ലാ പാട്ടിന്റെ ട്രാക്കും കലേഷൻ ഞാൻ തന്നെയാണ് പാടിയത്. അന്ന് പീപ്പിൾസ് എന്നാണ് പാടിയത് സുരേഷേട്ടൻ്റെ അടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് ചെന്നൈയിലേക്ക് ദാസേട്ടനെ പാടിക്കാൻ വേണ്ടി എല്ലാവരും പോകുന്നു. അന്ന് പ്രൊഡ്യൂസറും പിന്നെ ഡയറക്ടറും എല്ലാവരും, ഹരിയേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാനും കൂടെ കയറി. അവിടെ ചെന്നെത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ സ്റ്റുഡിയോയിൽ നമ്മൾ 3 പേരെ കയറ്റി, അധികം കയറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സൗണ്ട് പറ്റില്ല, അധികം ആൾക്കാർ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും കൂടി അരച്ചു കയറിയപ്പം അവരെല്ലാവരും നമ്മൾ ഔട്ടാക്കി.
അപ്പൊ 3 പേരെന്ന് പറയുമ്പോൾ എന്തായാലും ഞാനില്ല. Yeah. കാരണം പ്രൊഡ്യൂസർ, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ ഒക്കെ ആയപ്പോഴത്തേനും ആയില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് ദാസേട്ടൻ വരാൻ കുറച്ച് വൈകി. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാരും കൂടി ചായ കുടിക്കാൻ എന്തോ പോയ സമയത്താണ് ദാസേട്ടൻ പെട്ടെന്ന് കയറി വന്നു. ഈ സ്റ്റുഡിയോയുടെ വാതിൽ തുറന്ന് അടയുന്നതിന് മുന്നേ ഞാൻ ഉള്ളിൽ കയറി അവിടെ ഇരുന്നപ്പോഴേക്കും കറക്റ്റ് നമ്മൾ 3 ആളായി. അപ്പം ഹരിയേട്ടൻ പറഞ്ഞു, ദാസേട്ടാ ഇവനാണ് ഈ ട്രാക്ക് പാടിയത്, അപ്പൊ ദാസേട്ടനെ പരിചയപ്പെടുത്തി. അപ്പൊ ഇവനിവിടെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് ഇരുന്നോട്ടേക്ക് അവൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം രവി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് പിന്നെ സൗണ്ട് എഞ്ചിനീയർ അല്ല, ദാസേട്ടന്റെ മാനേജർ. അപ്പം അദ്ദേഹമാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ദാസേട്ടൻ തന്നെ പറഞ്ഞു, പ്രൊഡ്യൂസറും കൂടെ വിളിക്കുക, അദ്ദേഹം ഇരിക്കട്ടെ, അദ്ദേഹം ഒരു വലിയ ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 3-3.5 മണിക്കൂർ ദാസേട്ടന്റെ കൂടെ തന്നെയായിരുന്നു. അതെന്ന് പറഞ്ഞ ദാസേട്ടൻ പാടുന്ന സമയത്ത് സംശയമുള്ളത് നമ്മളോട് ചോദിക്കുകയാണ്, പാട്ട് കേൾക്കുന്നില്ല. പാട്ട് കേൾക്കുന്നതിന് എന്നോട് കണ്ണ എങ്ങനെയാ അത് പാടിയാളോട് നിൽക്കല്ലേ. അതെ 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 അങ്ങനെ ഒരു ഭയങ്കര ഒരു ദാസേട്ടന് പാടിക്കൊടുത്ത് പാടിക്കാനുള്ള ഒരു അനുഭവം, ഭയങ്കര അനുഭവമായിരുന്നു. 2018 അത് മഹാഭാഗ്യം തന്നെയല്ലേ. അതെ 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 അത് ഭയങ്കര ഫ്രണ്ട്ലി. ഇവിടെ ഫോട്ടോ ഒക്കെ ഉണ്ട്, പിന്നെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഒരുപാട് ടിപ്സ് ഒക്കെ തന്നു. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒരു ഒരുപാട് മൈദ കൂടുതൽ കഴിക്കരുത്, പിന്നെ കാറിൽ പോകുന്ന സമയത്ത് അടച്ചിട്ടിട്ട് പോകണം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഉപദേശങ്ങളൊക്കെ തന്നു. അലക്ഷ്യ ശരിക്ക് നമ്മളെ ഇപ്പോൾ ചെറുപ്പകാലം മുതലേ സംഗീതമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. നമ്മൾ തന്നെ വളരെ വർഷങ്ങൾക്ക് അലക്ഷ്യ ഡിഗ്രി പഠിക്കുമ്പോഴാണ് തോന്നുന്നു എല്ലാവരും നമ്മളൊരു പാട്ട് ചെയ്തത്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാട്ട് പാടി ഒരു ശ്രദ്ധ നേടിയ ഒരാളാണ്. എങ്ങനെ ശരിക്കും പാട്ടിന്റെ രംഗത്തേക്ക് ആരെങ്കിലും പാടുന്നവരുണ്ടായിരുന്നു കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടില്? അച്ഛൻ പാടും, പിന്നെ അമ്മയുടെ അനിയനും പാടും. അപ്പൊ പാട്ടുകാരുണ്ട്. പിന്നെ അവരങ്ങനെ ഒരു പാട്ടുകാരായിട്ട് നമുക്ക് ജന്മസിദ്ധമായി കിട്ടണമെങ്കിൽ വഴി വേണമല്ലോ. അതെ, അച്ഛൻ അങ്ങനെ ഒരു പെർഫോമർ ഒന്നും ആയിരുന്നില്ല, പക്ഷെ അച്ഛൻ പാട്ട് പാടും. മാമനും പാടും, മാമൻ നന്നായിട്ട് പാടും. മാമനിപ്പം പിന്നെ വില്ലേജ് മാനായിട്ട് വർക്ക് ചെയ്യണം, അപ്പൊ അദ്ദേഹം പല സ്റ്റേജ് ഷോസിലൊക്കെ പാടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു പിന്നെ എന്നിലേക്ക് പാട്ട് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ എല്ലാ കുട്ടികൾക്കുള്ള പോലെ തന്നെ സ്കൂളുകളിൽ യുവജനോത്സവങ്ങളിലൊക്കെ പാടി തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ കൈതപ്പുറം വിശ്വമാഷെടുത്ത് മ്യൂസിക് പഠിക്കാൻ ചേർന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അവിടെയുള്ള ഒരുപാട് മാഷന്മാര്, അങ്ങനെയൊക്കെയാണ് പാട്ട് നമ്മളിലേക്ക് വരുന്നത്. അതെ അതെ. പിന്നീട് പാട്ടൊരു ജീവിതം, പിന്നീട് പാട്ട് തന്നെ ജീവിതം. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഓർക്കസ്ട്രയിൽ പാടുക എന്നുള്ളത്. അപ്പോൾ ഓർക്കസ്ട്രയിൽ പാടുന്ന ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായ സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഗാനമേളയ്ക്ക് പാടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗാനമേള ഒരുപാട് SSNDM അവരൊക്കെ ഗാനമേളകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ട്രൂപ്പിനായിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഈ പഠിത്തത്തിനിടയ്ക്ക് ലീവ് കിട്ടുന്ന സമയത്തൊക്കെ ഗാനമേള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന്, അങ്ങനെ എല്ലാവരും അറിയാം, നമ്മുടെ ഇവിടെയുള്ള ഓർക്കസ്ട്രക്കാരെല്ലാവരെയും എല്ലാവരെയും കണ്ണൂരടക്കം എല്ലാവരും നമുക്ക് ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഇപ്പോഴും ഞാനൊരു ഗാനമേള ട്രൂപ്പിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ പോകുന്നൊന്നുമില്ല. എന്നാലും നമ്മുടെ ജോലിയുടെ തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവർ വിളിക്കുമ്പോൾ ഒക്കെ പോയി പാടും. അങ്ങനെയാണ്. കലേഷിന്റെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും തോന്നിയ ഒരു കാര്യമാണ്, ഒരു മധു ബാലകൃഷ്ണന്റെ ശബ്ദമായിട്ട് പലരും സാമ്യം പറയാൻ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? അത് ശരിക്കും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല, അത് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാല് ഞാൻ മധുബാലകൃഷ്ണന്റെ പാട്ടുമായിട്ട് അനുകരണം വരുന്നേ ഇല്ല. അനുകരിക്കാൻ വേണ്ടി ഞാൻ ശൈലി തികച്ചും വ്യത്യസ്തമാണ്. അതല്ല ശബ്ദം ചിലപ്പോ അങ്ങനെ ഒരു സാമ്യം പറഞ്ഞു. അതെനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമ്മൾക്കെല്ലാം മലയാളം പിന്നെ സംസാരിക്കുന്ന എല്ലാവർക്കും നമ്മളൊരു ഡേറ്റം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദാസേട്ടൻ, ജയചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ഒരു സീലിംഗ് ഉണ്ട് നമുക്ക്. അതിൽ താഴെയാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം അവരുടെ അടുത്താണ് നമ്മൾ, അവരുടെ ഒരു ശൈലിയൊക്കെ ആയിരിക്കാം നമുക്ക് ചെറുപ്പം മുതലേ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അതിലേക്ക് എത്താനാണ് ഞാനും ശ്രമിക്കുന്നത്. ഒരുപക്ഷെ മധുബാലകൃഷ്ണനും അത് തന്നെയാണ് ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ വഴിയിൽ എവിടെയൊക്കെ നമ്മൾ ഒന്നിച്ച് നടക്കുന്നു. അതാണ് ഈവൻ അതിനൊരു ഏറ്റവും വലിയൊരു എനിക്ക് പ്ലസ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, മധുബാലകൃഷ്ണന്റെ അടുത്ത് ഇത് ഒരു തവണ ഞാൻ പിന്നെ ഗീതം സ്റ്റുഡിയോയില് എറണാകുളത്ത് ജിൻഡോ ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഒരു പാട്ട് പാടി. അത് മധുബാലകൃഷ്ണന്റെ ട്രാക്ക് ഞാനാണ് പാടിയത്. അപ്പൊ അന്ന് മധുബാലകൃഷ്ണനായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും, പിന്നെ ഇങ്ങനെ സ്റ്റുഡിയോയിൽ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ
ജിന്ന ചേട്ടൻ പറഞ്ഞു നമ്മുടെ പാവങ്ങളും മധുബാലകൃഷ്ണൻ കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ കമ്പാരിസൺ. അപ്പൊ മധുവേട്ടൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളിക്ക് തോന്നുന്നില്ല, കാരണം എന്താ വെച്ചാല് അദ്ദേഹം സ്വന്തം സൗണ്ട് അത്രയും വിശകലനം ചെയ്തൊരു മനുഷ്യനായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു ഗായകൻ കൂടിയാകുമ്പോൾ ഞാൻ ഈ മധുബാലകൃഷ്ണൻ പോലെ തന്നെ എന്റെ അടുത്ത് പറയുന്ന ആൾക്കാരുടെ ഒക്കെ ഞാൻ പറയും അത് മധുബാലകൃഷ്ണൻ മാത്രമേ അങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറയാറുണ്ട് തമാശക്ക്. അപ്പൊ അങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. അത് പക്ഷെ എനിക്ക് വ്യത്യാസം ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. അത് ആൾക്കാർ എല്ലാവരും പറയുമ്പോൾ ഞാനത് അങ്ങനെ, പക്ഷെ എന്റെ ആഗ്രഹം അത് അങ്ങനെ പറയരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ കണ്ട ചില എഞ്ചിനീയേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ട്. ചിലപ്പോ ചെറിയൊരു ഇത് ഉണ്ടെങ്കിൽ അവർ അതിനോട് കുറെ കൂടി സാമ്യമാക്കുന്ന രീതിയിൽ ഇല്ല, ഞാൻ അതിൽ നിന്ന് അകന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മള് സ്വന്തം ഒരു സിംഗർ എന്ന നിലയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വേണമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു, അതുകൊണ്ട്. കലേഷ് ഇപ്പൊ ശരിക്കും എത്ര സിനിമയിൽ പാടിയിട്ടുണ്ട്? സിനിമ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 6 or 7 സിനിമയിൽ. സ്വനമാണ് ആദ്യം തുടങ്ങിയത്. 2018 ഹരി വേണുഗോപാൽ മ്യൂസിക് ചെയ്ത സിനിമ, ദീപേഷ് തച്ചോളിയുടെ സംവിധാനത്തിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉരിയാട്ടില് സുദർശേട്ടന്റെ മ്യൂസിക്കിൽ ചെയ്ത പാട്ടാണ്, ആ സിനിമയാണ്. അതിൽ 2 പാട്ടുകളുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഹരീഷ് ശിവരാമകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടി ട്രാക്ക് പാടിയ ഒരു പാട്ടാ. അത് അദ്ദേഹത്തിന് എന്താ പാടാൻ പറ്റിയില്ല. അപ്പൊ അതും ഒരു പാട്ട് എനിക്കുണ്ടായിരുന്നു, മറ്റേ പാട്ട് ഹരീഷേട്ടന് വേണ്ടി പാടി. അത് പക്ഷെ ഹരീഷേട്ടൻ എന്തോന്ന് സമയമില്ലാതെ വേറെ ഷോയിലെന്തോ അമേരിക്കയിൽ എന്തോ പോയി, അത് പാടാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതങ്ങനെ 2 പാട്ടുണ്ട് അതിൽ. അത് കഴിഞ്ഞ് പിന്നെ ഓഫ് റോഡ് എന്ന് പറഞ്ഞ മൂവി ഞാൻ പറഞ്ഞല്ലോ, ഓഫ് റോഡ്. അതുപോലെ അറ്റ് ഇപ്പം ഇറങ്ങിയൊരു സിനിമ, അതുപോലെ ഡാർക്ക് സീക്രട്ട് എന്ന് പറഞ്ഞൊരു മൂവി, പിന്നെ ഈ മുട്ടിട്ട മുല്ലകൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും ഷിജിൽ പഴയങ്ങാടിയില്ലേ, ഷിജിലും MG ശ്രീകുമാറും കൂടി ഒരു പാട്ടുണ്ട്. 3 പേരും കൂടി ചേർന്നിട്ട് 3 കഥാപാത്രങ്ങളാണ്. ദാസേട്ടന് പാടി കൊടുക്കുകയും ചെയ്തു, MGയുടെ കൂടെ പാടുകയും ചെയ്തു. അതെ. ഈ സ്വനം എന്ന് പറഞ്ഞ മൂവിക്ക് 2018 മികച്ച ബാല സിനിമക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് അവാർഡ്, ഫസ്റ്റ് മൂവിക്ക്. ഈ സംഗീത ജീവിതത്തിൽ ഇപ്പം ഔദ്യോഗിക ജീവിതം വേറെ തന്നെയാണ്, സംഗീത ജീവിതം വേറെ തന്നെയാണ്. ഈ സംഗീത ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ? സംഗീത ലോകത്ത് മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുമ്പോൾ പല രീതിയിലാവാം. സത്യം പറഞ്ഞാല് ഞാൻ പിന്നെ നടന്നു വന്ന വഴികളൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് മറക്കാനാവാത്ത ഒരു അനുഭവം എടുത്ത് പറയാനൊന്നും എനിക്ക് പറ്റില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എനിക്ക് വിളിച്ചൊരു പാട്ട് തന്ന ആളെ പോലും ഞാൻ ഓർമ്മിച്ചു വെക്കും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ പാട്ടിന്റെ വരികൾ കൃത്യമായിട്ട് പറഞ്ഞല്ല, പാട്ടടക്കം ഫുള്ള് പാടും ഞാൻ. അപ്പം അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുക. അപ്പം ഫസ്റ്റ് ഇവിടെ എൻ്റെ ഏറ്റവും അടുത്ത ശരിക്കും നമ്മൾ മ്യൂസിക് ഇങ്ങനെ റെക്കോർഡിങ് ചെയ്യണം, സ്റ്റുഡിയോയിൽ പോയി പാടണം എന്നൊക്കെ എനിക്കുള്ളൊരു ആഗ്രഹത്തിനെ കുറിച്ച് പിന്നെ ഒരു ബേസ് ഇട്ട് തന്നത് നമ്മുടെ സുരേഷ് കണ്ണൻ. നമ്മൾ ചെറുപ്പം മുതലേ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം പുള്ളി എഴുതും, മ്യൂസിക് ചെയ്യും. അപ്പം അത് ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് പാട്ട് പാടുന്നത്. ഫസ്റ്റ് പാട്ട് ഞാൻ സുദർശേട്ടൻ്റെ അടുത്ത് പോയി പാടുന്നു. സുദർശേട്ടൻ പറഞ്ഞു, അല്ല നീ ഇത്രയും നാൾ എവിടെയായിരുന്നു, നിന്റെ ഞാൻ ഇതുവരെ നിന്നെ അങ്ങനെ ഒരു പാട്ടുകാരനെ ഞാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ തുളുവന്നൂർ അമ്പലത്തില് പിന്നെ ഒരു ഭക്തിഗാന കാസറ്റ് അവർ ആ വർഷം ഇറക്കി. അതിൽ ഞാൻ 2 പാട്ട് പാടി. സുദർശേട്ടനാണ് എന്നെ അതിലേക്ക് പാടിക്കുന്നത്. അങ്ങനെ ഞാൻ 2006 or 2007 കണ്ടാണത്. അപ്പം അത് പിന്നെ അതാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് കാസറ്റ് എന്ന് പറയാം. ഫസ്റ്റ് പാട്ട് ഈ സുരേഷ് ഏട്ടൻ്റെ പാട്ടാണ്. അങ്ങനെയാണ് ഞാൻ സ്റ്റുഡിയോയിൽ എത്തുന്നത്. പിന്നെ അത് കേട്ടിട്ട് ഈ രഞ്ജേട്ടനും സേതുവേട്ടനൊക്കെ നമ്മുടെ ജയേന്ദ്രൻ കാവന്താഴയുടെ ഒരുപാട് പാട്ടുകൾ പാടി. ഒരുപാട് പാട്ടുകൾ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ജയേട്ടന്റെ എനിക്ക് 150 മുകളിൽ മറ്റോ ഉണ്ട്. ജയേട്ടന്റെ അടുത്ത് കണക്കുണ്ടത് കറക്റ്റ്. എന്നോട് പറയും നീ ഇത്രാമത്തെ പാട്ടാണ് പാടുന്നതെന്ന് അറിയാം സ്റ്റുഡിയോയിൽ പോകുമ്പോ. ജയേന്ദ്രൻ കാവന്താഴയുടെ ഒരുപാട് ഭക്തിഗാനങ്ങൾ ഞാൻ ഒരുപാട് ഭക്തിഗാനങ്ങള്, പ്രണയഗാനങ്ങള് എല്ലാം ഒരുപാട് പാട്ടിട്ടുണ്ട്. ജയേട്ടൻ എൻ്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാരണം ജയേട്ടൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒരു സംഭവം എനിക്കെന്താ ഭാഗ്യത്തിന് വരാറുണ്ട്. ഒരു മാച്ചിങ് ആയിരിക്കും. രസതന്ത്രം എന്നൊക്കെ പറയുന്ന സംഭവം പോലെ. പഠിച്ചത് ആരെ സംഗീതം പഠിച്ചത് എവിടെ നിന്നായിരുന്നു? പഠിപ്പിച്ച എന്റെ ആദ്യത്തെ പറഞ്ഞു എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ കൈതപ്രം വിശ്വമാഷെടുത്താണ്. അത് പിന്നീട് പഴയ ശ്രുതിയിലുള്ള സമയത്ത്. അത് പിന്നെ അവിടെ നിന്നൊരു ജനാർദ്ദന മാഷ്, നമ്മുടെ വേണു മാഷ്, രമേശൻ പെരുന്തട്ട, പിന്നെ സുധീർ മാവില, ഇവരൊക്കെ നമ്മളെ മാഷന്മാരാണ് അവിടെ. പിന്നീട് ഞാൻ
അവിടെ പിന്നെ അത് കുറച്ച് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ തിളക്കത്തിന്റെ സമയത്തൊക്കെ ആകുമ്പോഴേക്കും മാഷ പിന്നെ നമുക്ക് കിട്ടാതെയായി. പിന്നെ മാഷ് തിരക്കായി. അപ്പൊ ഞാൻ എന്ത് കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷ വേണു മാഷ അടുത്താണ് പിന്നീട് പഠിച്ചത്. എടാട്ട് മാഷ അവിടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പിറകില് അവിടെ താമസിച്ച സമയത്താണ്. അങ്ങനെ അവിടുന്നാണ് നമ്മുടെ മണിയേട്ടനും ദാസും അവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം, അവരുടെ നമ്മുടെ വേണുമാഷ മക്കള് അവരൊക്കെ ആയിട്ട് ഒരുപാട് കീബോർഡ് വായിക്കുന്നത്. അതെ ബ്രിജേഷ് അവരൊക്കെ. അങ്ങനെയൊക്കെയാണ് മ്യൂസിക് പഠനം. മ്യൂസിക് ഒരുപാട് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ അങ്ങനെ അവകാശപ്പെടുന്നില്ല എനിക്കത്. പക്ഷെ അതിനൊരു ബേസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് വളരെ പാട്ട് ഇപ്പോൾ പാടാൻ മുഴുവൻ പഠിക്കണമെന്നില്ലല്ലോ. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ജന്മസിദ്ധമായ കഴിവുള്ള ഒരാളെ സംബന്ധിച്ച് പാടാൻ പറ്റും. കലാഭവൻ മണി, SP ബാലസുബ്രഹ്മണ്യം, അത് ഒരുപാട് ആളുകൾ ഉദാഹരണം പറയുന്നത്. അപ്പോൾ അവരൊക്കെ ആദ്യകാലത്ത് സംഗീതം പഠിച്ചിട്ടല്ല പാട്ട് രംഗത്തേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ ജന്മസിദ്ധമായ കഴിവുണ്ട്. ആ കഴിവുകൊണ്ട് അവർ അത്രയും നല്ല രീതിയിൽ പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗുണമെന്ന് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റെക്കോർഡിങ്ങിന്റെ സമയത്ത് ചിലപ്പോൾ പാട്ട് നമുക്ക് കാമണിക്കൂർ മുന്നേ കിട്ടുള്ളൂ. പെട്ടെന്ന് മ്യൂസിക് ട്യൂൺ നമുക്ക് അയച്ചു തരണം എന്നില്ല. ചില ആൾക്കാർ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാൻ വേണ്ടി ചിലപ്പോൾ അയക്കില്ല. അപ്പൊ തന്നെ കിട്ടുന്നു. അപ്പൊ തന്നെ അത് ട്യൂണ് പഠിക്കുന്നു, പാടുന്നു. അത് നമ്മൾ നേരത്തെ കേട്ട് പരിചയിച്ച പാട്ട് പോലെ പാടണം, അതുപോലെ പാടണം കൊണ്ടുവരാൻ നമുക്ക് പറ്റുമല്ലേ. അതെ. അപ്പം അതുപോലെ പാടി അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ആ ട്യൂൺ ഓർമ്മയുണ്ട്. ഈ അരമണിക്കൂർ നമ്മൾ ആ പാട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മളത് അതില് മാസ്റ്റർ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിനൊക്കെ മ്യൂസിക് പഠനം കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, പെട്ടെന്ന് ഇങ്ങനെ നോട്ട് വരുമ്പോ അതാ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതിന്റെ വാക്കുകൾ മുറിക്കുന്നത് ഇങ്ങനെ ചെയ്യണം. അല്ല, ചില സംഗീത സംവിധായകര് സ്വരസ്ഥാനം പറഞ്ഞു പാടിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യുന്നില്ല ചില സ്വരസ്ഥാനങ്ങൾ പറഞ്ഞു തന്നിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീശൈലം രാധാകൃഷ്ണന്റെ പാട്ടുകൾ അതെന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർമാർ പല തരത്തിലാണ്. ഇപ്പൊ ജയേട്ടന്റെ പാട്ട് എന്നൊക്കെ പറഞ്ഞ ജയേട്ടന് നമുക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ്. ഒരു പാടിത്തരുമല്ലോ സിമ്പിളായിട്ട്. അതെ, സ്കെൽറ്റണേ നമുക്ക് തരുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ഫ്ലഷ് ഉണ്ടാക്കണം. നീ അത് അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലെന്ന് പറയാം, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ രാധാകൃഷ്ണന്റെ പോലത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് തന്നെ കിട്ടണം, അല്ലെങ്കിൽ നടക്കില്ല. അതെടുത്തിട്ട് നമ്മൾ ഫുള്ളി പോവുള്ളൂ. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ പല ആൾക്കാരുമായിട്ടും. പിന്നെ എനിക്ക് വേറൊരു അനുഭവം ഉള്ളതെന്ന് പറഞ്ഞാല് ഇപ്പം ഷിജു ആർക്കാനായിട്ട് ഒരുപാട് പാട്ടുകൾ പാടി. അപ്പൊ ഷിജുവിന്റെ പാട്ടുകള് കൂടുതലും മ്യൂസിക് ചെയ്തിട്ടുള്ളത് ദേവാനന്ദ് കൂടത്തെങ്കിൽ എന്ന് പറഞ്ഞ ആളാണ്. ഖത്തറിലുള്ള ആളാണ്. അവരൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, മലയാളമൊക്കെ ആയിരിക്കും. പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ മനോജ് വീഡിയോ ചെയ്തൊരു സാധനം. ശരി. പാട്ട് പൂവാങ്കുരുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു, നല്ല രചനയായിരുന്നു, നല്ല മ്യൂസിക് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടു, ഒരു തവണ കണ്ടു. അവര് ശരിക്കും എന്നെ അറിയില്ലേ? അതെ. ഇപ്പം ഈ ഇടക്ക് ഷിജുവേട്ടന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ വീടിന്റെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് നമ്മൾ കണ്ടു. അതിനു മുന്നേ ഞാൻ എത്രയോ പാട്ടുകൾ പാടി, പുള്ളിയുടെ പാട്ടുകൾ പാടി. അത് മൊബൈൽ വഴിയാണ്, വാട്സപ്പ് വഴി എനിക്ക് അയച്ചിരുന്നു. ഞാൻ പാടുന്നു, പാടിയിട്ട് അത് കറക്റ്റ് ചെയ്യുന്നു, തിരിച്ചയക്കുന്നു. അങ്ങനെയൊക്കെയാണ് അത് പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ പുള്ളിക്ക് ഒരു ബന്ധമില്ലാതെ പക്ഷെ 100% തൃപ്തിയായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ട് തന്നെ പാടിക്കാനുള്ള ഒരു താല്പര്യത്തിന്റെ ആ രീതിയിലേക്ക് നമ്മൾ പാടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് വലിയൊരു ഭാഗ്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ളത്. അതുപോലെ തന്നെ സുരേഷ് രാമന്തളിയുടെ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെ ബൈജു കാങ്കോൽ നമ്മുടെ മുച്ചിലോടുകളില് 2007 മുതൽ എല്ലാ മുച്ചിലോടുകളിലും ഞാനിപ്പോ അത് എല്ലാം കൂടി എടുത്ത് 2 വോളിയായിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ട് അതിന്റെ പ്രൊഡ്യൂസർമാരോടൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ പാടിയ പാട്ടുകൾ എന്നുള്ള രീതിയിൽ മുച്ചിലോട് ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞ ഒരു വോളി ഇറക്കി, ഒരു വോളി ഇപ്പം ഇറക്കണം. 10-22 പാട്ടുകളുണ്ട്. ഇപ്പൊ കലേഷ ശരിക്ക് നമ്മൾ പറഞ്ഞില്ല, ഇപ്പം ദാസേട്ടനെ ഇത്ര അടുത്ത് കാണാൻ പറ്റി, ദാസേട്ടന്റെ എന്താ പറയാ ശരിക്കും പാടിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ദാസേട്ടന്റെ പാട്ടുകളാണ് കലേഷ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം. അതെ. ഈ കലേഷിന് ഇപ്പം ദാസേട്ടന് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏതായിരിക്കും പാടുക? ദാസേട്ടന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഗം എന്ന് പറഞ്ഞാൽ കല്യാണിയാണ്. കല്യാണിയിൽ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ രക്ഷപ്പെട്ട് വരല് വലിയ പണിയാണ്. അപ്പം കല്യാണി പാടിത്ത ഞാൻ ദിവസം മൊത്തം ഏതെങ്കിലുമൊക്കെ കല്യാണികൾ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ദേവാങ്കണങ്ങളാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു. നമുക്ക് അതെ, അത് പാടും. നമുക്കതൊന്ന് പാടി നോക്കിയാലോ? ഓക്കെ, കേട്ടു നോക്കാലോ. ദേവാങ്കണങ്ങൾ
കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി സല്ലാപമേറ്റുണർന്ന വാരിതങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും ചൈത്രവേണുവൂതും ചൈത്രവേണുവൂതും മധുമന്ത്ര കോകിലങ്ങളും നീളമേകുമിന്ദ്രനീല രാത്രി തേടവേ ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ സഗഗ സഗമപാമധപാമപമ മദനി സനിധ മദനിധമ സഗമധമഗ സനിധ വദനി സ പാമഗ ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ വരവല്ലകി തേടും വിരഹാർദ്ര പഞ്ചമങ്ങൾ സ്നേഹസാന്ദ്രമാകുമേദിയിൽ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ അതൊരു എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അങ്ങനെ ഒരു ഇത് അതിനോടുണ്ട്. അത്രയും ക്ലാസ് പാട്ടല്ല, അത്രയും ദാസേട്ടൻ അങ്ങനെ പാടി വെച്ച പാട്ടല്ല, അത്രയും രവീന്ദ്ര മാഷ്ടല്ലേ പാട്ട്, ജോൺസൺ മാഷ്. ഓക്കെ. അപ്പം പിന്നെ വേറെ എന്താണ് കലാരംഗത്തെ നേട്ടങ്ങളെ കുറിച്ച് പറയേണ്ടത്? ഇപ്പം ഇപ്പോൾ കലാരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാലും എടുത്ത് വെച്ച് പറയാൻ പറ്റുന്ന നേട്ടങ്ങൾ എന്താ? എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് ലോഹിതദാസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇഗ്മോ അവാർഡ്, പിന്നെ ഇഫ്ത ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. ഇന്റർനാഷണൽ അവാർഡാണത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള 2-3 അവാർഡുകൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് അതിനുള്ള പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കുന്നതും ഒക്കെ, ആൽബം സോങ്സിന്റെ ഒക്കെ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്വനം എന്ന് പറഞ്ഞ മൂവിക്ക് 2018 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. ഞാൻ ഗായകനുള്ളതല്ല, ഫസ്റ്റ് പാടിയ പാട്ടിന് പടത്തിന്. കലേഷ് ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ, ഞാൻ പറഞ്ഞു ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഭക്തിഗാനങ്ങൾ ഒട്ടനവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇപ്പം സിനിമാ ഗാനങ്ങൾ കലേഷ് തന്നെ പറഞ്ഞു കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. കലേഷ് പാടിയ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് 2 വരി പാടാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, അറിയാം. കാരണം സ്വന്തം പാട്ടുകളിലെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവും. അതിപ്പോ ഞാൻ നേരത്തെ തെയ്യങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് അതിലേറ്റവും ഇഷ്ടമുള്ളത് പിന്നെ ഉരിയാട്ടിലെ പാട്ട്. കാവുണർന്നു തിരി തെളിഞ്ഞു നീയുണര്, വണ്ണാത്തിക്കിളി പാടി നല്ല തോറ്റം പാട്ടിനീണം, അണിയല ചിരിയുണർന്നിതാ, കാട്ടുതെച്ചി തോൽക്കും കണ്ണാൽ തെയ്യം നിന്നെ നോക്കവേ, കരിമഞ്ഞ ചാന്തണിഞ്ഞ കയ്യാൽ ചാരെ ചേർക്കവേ, നിറയേ മനം നിറയേ, കാവുണർന്നു തിരി തെളിഞ്ഞു നീയുണര്. ആ പാട്ട്. പിന്നെ സ്വനത്തിലെ പാട്ട്
സ്പെഷ്യലാണ്. കാരണം വെച്ചാൽ അതിന്റെ ആദ്യത്തെ പാട്ടാണ്, ആദ്യത്തെ സിനിമ പാട്ട്. അതെ, ഹരിവേണു പോലെ മ്യൂസിക് ചെയ്ത് ജിനേഷ് കുമാർ ആയിരുന്നു. അതിന്റെ രണ്ടുപേരും കൂടെ നമുക്ക് ആവാലോ. അതെ, ജിനേഷ് കുമാർ സാറാണ് അതിന്റെ മാഷ് വരികൾ എഴുതിയത്, മാഷാണ്. കണ്ണാരം പൊത്തി കളിക്കും കിനാവിന്റെ വർണ്ണം നീ തൊട്ടറിഞ്ഞോ, കാതോരമെത്തിച്ചിണുങ്ങുന്ന കാറ്റിന്റെ വാക്കിൽ വസന്തം മണത്തോ, ചോടു തെറ്റാതെ നിൻ യാത്രയെന്നും കൂടുമാറാതെ നിൻ ചേക്കയെന്നും താരദീപങ്ങളെന്നും കൊളുത്തിച്ചിരിക്കുന്നൊരാകാശമോ എൻ്റെ ഉള്ളം. പാട്ട് അടിപൊളി. രണ്ട് പാട്ടുകളും നല്ല രസമുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ രണ്ട് പാട്ടുകൾ. എന്നാലും ഇനി ഇപ്പോൾ ഒരു ഗായകനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല ചോദ്യം, എന്താവണം, എവിടെ വരെ എത്തണം എന്നാണ് കലേഷിന്റെ ആഗ്രഹം? ഞാൻ അങ്ങനെ ഒരു ലക്ഷ്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പം ഇത് കേൾക്കുന്നവരോടാണ് പറയുന്നത്, ഇപ്പം ഒരു പാട്ട് എൻ്റെ കയ്യിലുണ്ട്, അത് എനിക്ക് കലേഷിനെ കൊണ്ട് പാടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആള് ആരായാലും അവർക്ക് എന്നെ സമീപിക്കാം, പാട്ടുകൾ പാടിക്കാം. അത് ഇവന് പിന്നെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരുമോ എന്നോ അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. പൈസ ഒന്നും അല്ല ഇവിടെ, കലേഷിന്റെ ശബ്ദം ആവശ്യമാണ്, നമ്മൾ പാടും. അത് ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, നീ പൈസ ഇല്ലാതെ പാടിക്കഴിഞ്ഞാൽ നിന്റെ വില പോകും. പിന്നെ അത് എൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാർ, അത് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നോട്ടം ഇല്ല. എനിക്ക് കൂടുതൽ പാട്ടുകൾ പാടുക എന്നുള്ളതാണ്. വേറെ അങ്ങനത്തെ ഒരു ഡിമാൻഡ്സും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളെല്ലാം പാടുക എന്നുള്ളതാണ്. ഞാൻ ചില ആൾക്കാരോട് ഇങ്ങോട്ട് ചോദിച്ച് മേടിക്കാറുണ്ട് ഈ പാട്ടുകൾ. ഇപ്പൊ കലേഷ് ഇപ്പൊ മാഷ പാട്ട് പാടിയാണ്, എത്ര നല്ല വരികൾ അത്. അതെ അതെ, അതുപോലത്തെ പാട്ടുകൾ പാടാൻ കിട്ടുക എന്ന് പറയുന്ന വലിയ പിന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തും, എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഉന്തി വിട്ടിട്ട് ചവിട്ടി വിട്ടിട്ടൊക്കെയാണ് നമ്മള് ഇവിടെ രണ്ടും വേണം. അതെ അതെ അതെ, അങ്ങനെ അപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മള് പാട്ടുകൾ കൂടുതൽ പാട്ടുകൾ പാടുക, അതാണ് എനിക്ക് ഏറ്റവും ഒരു എക്സ്പീരിയൻസും ആണ്. നമ്മൾ അത്രയും കുറെ കൂടി പാട്ടിലേക്ക് എഴുകി ചേരുകയും ചെയ്യും. നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയ സംഭവം. തീർച്ചയായും ഒരുപാട് ആളുകൾ കലേഷിനെ കാത്തിരിക്കുന്നുണ്ട്, ഒരുപാട് പാട്ടുകൾ ഇനിയും കലേഷിനെ കാത്തിരിക്കുന്നുണ്ട്. കലേഷിന്റെ ശബ്ദത്തിന് വേണ്ടി എന്താ പറയുക, ജന്മം കൊള്ളുന്ന പാട്ടുകൾ ഒരുപാട് ഇനിയുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇപ്പം പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും കലേഷിന്റെ ശബ്ദം എത്രമാത്രം. ഇപ്പം കലേഷിനെ അറിയാത്ത ആൾക്കാരില്ല, എനിക്കറിയാം. എന്നാലും കലേഷിനെ ശബ്ദം കേൾക്കാത്തതോ അറിയാത്തതോ ആയ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു പാട്ടിലൂടെ തന്നെ കലേഷിനെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരുപാട് അവസരങ്ങൾ കലേഷിനെ തേടി വരും, ഒട്ടനവധി നേട്ടങ്ങൾ കലേഷിനെ തേടി വരും. ഇത് നെഞ്ചിൽ തട്ടിയുള്ളൊരു കൂട്ടുകാരൻ്റെ വാക്ക്. ഇപ്പോൾ കലേഷ് സന്തോഷം, ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന്. ഒട്ടനവധി നേട്ടങ്ങൾ കലേഷിനെ തേടി വരും, കൂട്ടുകാരൻ്റെ വാക്ക്. ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ